ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. NDA കീം 2026 മത്സര പരീക്ഷയ്ക്ക് പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ വൈസ് പാഠഭാഗങ്ങളുടെ ഒരു വീഡിയോയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ വീഡിയോ ആയ ട്രിഗ്നോമെട്രിയാണ് ഇന്നത്തെ വീഡിയോ. ട്രിഗ്നോമെട്രിയുടെ ആദ്യത്തെ ക്ലാസ്സാണിന്ന്. ട്രിഗ്നോമെട്രിയുടെ ബേസിക് എന്താണെന്നറിയാം. +1 നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ട്രിഗ്നോമെട്രിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ഈ ട്രിഗ്നോമെട്രി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ കാൽക്കുലസിലെ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ട്രിഗ്നോമെട്രി തന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. ട്രിഗ്നോമെട്രിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടും. അപ്പം നിങ്ങൾക്ക് ആദ്യം നമ്മളിവിടെ പറയുന്ന കുറേ ഫോർമുലാസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫോർമുലാസ് പഠിക്കുക. ഫോർമുലാസ് പഠിച്ചതിന് ശേഷം നമ്മൾ 0 to 0 ലെവലിലേക്ക് പോകാൻ വേണ്ടി എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങുകയാണ്. ഓരോ ചോദ്യങ്ങളും ഒന്നിടപെടാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ലൊരു രീതിയിൽ എളുപ്പത്തിൽ മാത്സിൻ്റെ ട്രിഗ്നോമെട്രിയിലെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫോർമുലകളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകളും നേർന്നുകൊണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കുറേ ഫോർമുലകൾ നാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും എഴുതി പഠിപ്പിക്കുവാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരിക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എഴുതിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ മിനിമം പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പാഠഭാഗങ്ങൾ വ്യക്തതയോടെ പഠിച്ചു പോകാൻ പറ്റൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? If 5 tan A is equal to 4, then 5 sin A minus 3 cos A divided by 5 sin A plus 2 cos A is equal to. എന്താണ് തന്നിരിക്കുന്നത്? tan A തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് വേറെ ഫോർമുല. ഇത് രണ്ട് രീതി നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ രീതി ഞാനിവിടെ പറയാം. നമുക്ക് എളുപ്പമുള്ള മാർക്ക് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ എന്താണ്? 5 tan A ഈസ് ഈക്വൽ ടു 4. ഇനി എന്താണ്? ടാൻ എ എന്ന് പറയുമ്പോൾ എന്താവും? ടാൻ എ എന്ന് പറയുമ്പോഴത്തേക്ക് 4/5 അല്ലേ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? സൈൻ എ ആണ്ട് കോസ് എ ആണ് അല്ലേ? തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മൾ കോസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് കോസ് എ. ഓരോ ടേമിനെയും കോസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് സൈൻ എ ബൈ കോസ് എ എന്താണ് നമുക്കറിയാം. എന്താണ്? ടാൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 tan A minus 3 cos A divided by cos A 1 ആയി മാറും. ബാക്കിത്തെ 3 മാത്രമേ ഉള്ളൂ. ഹോൾ ഡിവൈഡഡ് ബൈ ഈ താഴെയും കോസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5 സൈൻ എ ബൈ കോസ് എ എന്ന് പറയുമ്പോഴത്തേക്ക് ടാൻ എ പ്ലസ് കോസ് എ ബൈ കോസ് എ 1/2. അപ്പം എന്താണ്? ഈ ടാൻ എയുടെ വാല്യൂ കൊടുത്താൽ മതിയല്ലോ. 5 ഇൻറ്റു ടാൻ എ എന്താണ്? 4/5 മൈനസ് 3 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4/5 പ്ലസ് 2. അപ്പോൾ ഇവിടെ 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് പോവും. 4 - 3 എന്ന് പറയുന്നതാണ് 1. 4 + 2 എന്ന് വെച്ചതാണ് 6. 1/6 എന്ന് ഉത്തരം കിട്ടും. ഉത്തരം 1/6. ഇപ്പം നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് സൈനയും കോസയും തന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് പകരം വേറെയും തരാം. വേറെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് അങ്ങനെയും ചെയ്യാം എന്ന് പറയുകയാണ്. എ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണെങ്കിൽ ടാൻ എ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പോൾ എത്ര കിട്ടി? 4 and 5. ഓപ്പോസിറ്റ് സൈഡ് 4 ആണെങ്കിൽ അഡ്ജസ്റ്റന്റ് സൈഡ് 5 ആണ് അല്ലേ? അപ്പോൾ ഇതെന്ത് കിട്ടും? 5² 25. 25 + 4 + 4² 16 ഈസ് ഈക്വൽ ടു 41. √41 എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു സൈൻ എ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4/41 √41 മൈനസ് 3 കോസ് എ എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ദാറ്റ് ഈസ് അഡ്ജസ്റ്റ് സൈഡ് 5 അല്ലേ? 5 ഡിവൈഡഡ് ബൈ √41 ഹോൾ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു
സൈൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ 4/√41 പ്ലസ് 2 ഇൻറ്റു കോസ് എന്താണ് 5/√41. അപ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ എത്ര 5 ഇൻറ്റു 4 = 20 മൈനസ് 3 ഇൻറ്റു 5 = 15 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 = 20 പ്ലസ് 10. 20 minus 15 = 5 divided by 20 plus 30 = 30, that is equal to 1/6. ഉത്തരം കിട്ടി. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമുക്കിവിടെ സൈന് പകരം സീക്കോ കൊസീക്കോ ഓട്ടോ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ വരച്ച് ചെയ്യണം. ഇത് സൈനും കോസും ആയതുകൊണ്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. The value of 1 plus cos theta minus cosec theta into 1 plus tan theta plus sec theta. എന്താണ് ഇത്? തീറ്റ മുകളിൽ കയറി പോയി തീറ്റ. അപ്പം നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ തന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സൈനും കോസും അല്ലാത്ത ടേംസിനെ സൈനും കോസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കോട്ട് തീറ്റ, അപ്പം ഇത് ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് റിലേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1 പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. കൊസീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് സൈൻ തീറ്റ. അപ്പം നമ്മൾ അതിനെ എല്ലാത്തിനെയും സൈനും കോസിലോട്ട് മാറ്റി. എന്തുകൊണ്ടാണ്? സൈനും കോസും നമ്മുടെ ഫ്രണ്ട്സായിട്ടാണ് നമ്മൾ ട്രിഗണോമെട്രിയിൽ കണക്കാക്കുന്നത്. അപ്പം ഫ്രണ്ട്സിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി എന്താണ്? 1 പ്ലസ് ടാൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് സീക് തീറ്റ എന്താണ്? 1/cos തീറ്റ. ഇനി നമ്മൾ എന്താണ്? ഇപ്പോൾ ട്രിഗണോമെട്രി ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇവിടെ സൈൻ തീറ്റ കോമൺ ആണ്. സൈൻ തീറ്റ കോമൺ ആകുമ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 the whole divided by sin theta ഇൻറ്റു ഇവിടെ ആരാണ് കോമൺ? കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു 1 എന്താണ്? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ നമ്മൾ ഒരു ടേമായിട്ട് എടുക്കുകയും 1 അടുത്ത ടേമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും വിളിച്ചാൽ ഇവിടെ എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എ പ്ലസ് ബി. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ എ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയാണ്. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ എന്താ? ഹോൾ സ്ക്വയർ മൈനസ് 1 ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ ഈ സൈൻ തീറ്റ കോസ് തീറ്റ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടി? സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ കോസ്. അപ്പോൾ എന്താണ്? എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോവും. സൈൻ തീറ്റ കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ബാലൻസ് എത്ര കിട്ടി? ആൻസർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ദിസ് ഈസ് ദ ആൻസർ. സോ ദിസ് ഈസ് ദ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫോർമുലകളും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങി നമ്മൾ ഹീറോ ലെവലിലോട്ട് പോകും. നിങ്ങൾ പേടിക്കേണ്ട. 1-2 വീഡിയോയിൽ അനേകം വീഡിയോ ഉണ്ടാവും. നിങ്ങൾ വീഡിയോകൾ പതിവായി കാണുക, സ്ഥിരമായി കാണുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇഫ് എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് എ സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വൈ ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു. അപ്പോൾ എന്താണ്? നമുക്ക് എക്സ് അറിയാം,
അപ്പോൾ എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഹോൾ സ്ക്വയർ വന്നപ്പോഴത്തേക്ക് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ കോസ് തീറ്റ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab that is equal to 2 into ab into sin theta cos theta. നമ്മൾ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു. സിമിലർലി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ സൈൻ തീറ്റ മൈനസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2ab സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യണല്ലേ? ഈ നമ്പർ ഇതും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എ സ്ക്വയർ സൈൻ സ്ക്വയർ. എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തിട്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയും ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആഡ് ചെയ്യുമ്പം ബി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. ബി സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ then 2 plus 2ab sin theta cos theta minus 2ab sin theta cos theta ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടും. സോ ആൻസർ ഈസ് ഈക്വൽ ടു ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ദ വാല്യൂ ഓഫ് 105 the value of cos 105 degree and sin 105 degree. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ആംഗിളിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ 105 കോസ് 105 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് 105 പ്ലസ് സൈൻ 105 ഈസ് ഈക്വൽ ടു കോസ് 105 നമുക്ക് എഴുതാം 90 പ്ലസ് 15 105 ആണല്ലോ പ്ലസ് സൈൻ 90 പ്ലസ് 15. അപ്പോൾ കോസ് 90 പ്ലസ് 15 ഇവിടെ 90 ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് 90 ആണ്. അപ്പോൾ കോ ഫംഗ്ഷൻ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 15 പ്ലസ് ഇവിടെയും 1 മിനിറ്റ് കോസ് 90 പ്ലസ് 50 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ സൈൻ 15. ഇനി ഏത് ക്വാഡ്രൻ്റാണ് നോക്കണം? ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ ഇത് 0, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് 1 × 90 ഇതാണ്. പ്ലസ് 15 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻ്റ് കോസ് ആരാണ്? കോസ് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് സൈൻ 90 പ്ലസ് 5. സൈൻ 90 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 90 ആണ്. അപ്പോൾ കോ ഫംഗ്ഷൻ വരുമ്പോൾ എത്ര കിട്ടും? കോസ് 15. ഈ 90 പ്ലസ് 15 ഏത് ക്വാഡ്രൻ്റാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ ആയതാണ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എഴുതാം കോസ് 15 മൈനസ് സൈൻ 15. അപ്പം നമ്മളിവിടെ 15 എന്ന വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം കോസ് 15 എത്രയാണെന്ന് നമുക്കറിയത്തില്ല, സൈൻ 15 എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഫോർമുല പഠിച്ചേ പറ്റും. വാല്യൂസ് പഠിക്കുന്നതിന് ഒരെണ്ണം പഠിക്കുമ്പം 2 കിട്ടത്തക്ക രീതിയിലൊരു വില പറഞ്ഞുതരാം. ട്രിക്സാണിത്. അപ്പം നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. കാണാതെ മനസ്സിലാക്കി വെച്ചേക്കും. ഇത് 90 ഡിഗ്രി. ഇതെന്താണ്? 15 ഡിഗ്രി. ഇതെന്താണ്? 75 ഡിഗ്രി അല്ലേ? അപ്പോൾ ടോട്ടൽ 180 ആയല്ലോ. അപ്പോൾ 75ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് √3 + 1.
15 ഓപ്പോസിറ്റ് ഉള്ളത് √3 - 1 ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് 75ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് √3 + 1ഉം 15 ഓപ്പോസിറ്റ് ഉള്ള √3 - 1ഉം ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും 2√2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും 15നെയും കാണാതെ പഠിക്കാം, 75നെയും കാണാതെ പഠിക്കാം അല്ലേ. അപ്പോൾ cos 15 എന്ന് വെച്ചാൽ എന്താണ്? adjacent side divided by hypotenuse, that is equal to √3 - +1 divided by 2√2 minus sin 15 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു √3 - 1 divided by 2√2. അപ്പം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? √3 + 1 - √3 മൈനസ് ഇൻറ്റു മൈനസ് എത്ര കിട്ടിയും? മൈനസ് ഇൻറ്റു മൈനസ് +1 divided by 2√2. അപ്പം √3 ക്യാൻസൽ ആയി പോയി. 1 + 1 എത്രയാണ്? 2 divided by 2√2. 2 2 ക്യാൻസൽ ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇത്രയും കാര്യം അടുത്ത ചോദ്യത്തിലൂടെ നടക്കാം. The value of sin theta plus sin 2π/3 plus theta plus sin 4π/3 plus theta. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2π/3യും 4π/3യും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? sin theta പ്ലസ് sin of 2π/3യെ π മൈനസ് π/3. π മൈനസ് π/3 എന്ന് പറയുമ്പോൾ 3 × π 3π - π 2π പ്ലസ് തീറ്റ പ്ലസ് സൈൻ 4π/3 എങ്ങനെ എഴുതാം? π പ്ലസ് π/3 π പ്ലസ് π/3 പ്ലസ് തീറ്റ. 3 × π 3π പ്ലസ് π = 4π/3. ഇനി നമുക്ക് സൈൻ തീറ്റ പ്ലസ് സൈൻ പൈ, ഇതിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ π - 3 പ്ലസിൽ നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് വരും, മൈനസ് തീറ്റ പ്ലസ് സൈൻ പൈ, ഈ രണ്ടും പ്ലസ് ആയതുകൊണ്ട് നമുക്ക് പ്ലസ് എഴുതാം, പ്ലസ് π/3 പ്ലസ് തീറ്റ. പൈ മൈനസ് π/3 എന്താണ്? അപ്പോൾ പൈ ഇവിടെ കിടക്കുന്നു. പൈ എന്ന് പറയുമ്പോൾ ക്വാഡ്രൻ്റ് ഇവിടെ വരും, മൈനസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ തീറ്റ പ്ലസ് സൈൻ π/3 മൈനസ് തീറ്റ. ഇവിടെ എന്താണ്? പൈ പ്ലസ് ആണ്. പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും തേർഡ് ക്വാഡ്രൻ്റ് വരും. തേർഡ് ക്വാഡ്രൻ്റ് സൈൻ പോസിറ്റീവ് നെഗറ്റീവാണ്. അപ്പോൾ ഇതെന്താവും? മൈനസ് സൈൻ π/3 പ്ലസ് തീറ്റ. ഇനി നമുക്കൊരു ഫോർമുലയുടെ പഠിക്കാണ്ട്. എന്താണ്? സൈൻ ഓഫ് എ പ്ലസ് ബി. സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ എ കോസ് ബി, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, കോസ് എ സൈൻ ബി. ഇനി ഇത് മൈനസ് ആകുമ്പോഴോ ചേഞ്ച് ഒന്നുമില്ല, ഇവിടെയും മൈനസ് ആകുമെന്നേ ഉള്ളൂ. ഈ ഫോർമുല വെച്ച് നമുക്കിത് രണ്ടിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടും? സൈൻ തീറ്റ പ്ലസ് സൈൻ π/3. സൈൻ എ കോസ് ബി എന്ന് പറയുമ്പം സൈൻ π/3 കോസ് തീറ്റ പ്ലസ് കോസ് π/3 സൈൻ തീറ്റ. ദെൻ മൈനസിനെപ്പറ്റി ഒരു ബ്രാക്കറ്റ് ഇടുക. സൈൻ π/3 എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ π/3, ഇത് മൈനസ് അല്ലേ, ദിസ് ഈസ് മൈനസ്, മൈനസ് സൈൻ π/3 കോസ് തീറ്റ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ്, കോസ് π/3 സൈൻ തീറ്റ. അപ്പോൾ എന്താണ്?
കോസ് പൈ ബൈ 3 സൈൻ തീറ്റ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ്. സൈൻ പൈ ബൈ 3 കോസ് തീറ്റ സൈൻ പൈ ബൈ 3 കോസ് തീറ്റ ക്യാൻസലായി പോവും. ബാക്കി എന്തുകൊണ്ട്? സൈൻ തീറ്റ മൈനസ് കോസ് പൈ ബൈ 3 സൈൻ തീറ്റ മൈനസ് കോസ് പൈ ബൈ 3 സൈൻ തീറ്റ മൈനസ് 2 കോസ് പൈ ബൈ 3 സൈൻ തീറ്റ. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? നമുക്ക് വാല്യൂ കൊടുക്കാം. സൈൻ തീറ്റ മൈനസ് 2 ഇൻറ്റു കോസ് പൈ ബൈ 3 എത്ര വാല്യൂ? 1/2 ഇൻറ്റു സൈൻ തീറ്റ. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ എത്രയാണ്? 0. ദ കറക്റ്റ് ആൻസർ ഈസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.